ഇന്ന് നമുക്ക് ഒരു വെളിച്ചെണ്ണ മുറിക്കിയാലോ. അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ വെച്ചേക്കണേ കേട്ടോ. കുറച്ച് ചുമന്നുള്ളി, ദേ നെല്ലിക്ക, ചെമ്പരത്തിയുടെ പൂവ്, കറിവേപ്പില, പിന്നെ ദേ ആര്യവേപ്പിൻ്റെ ഇല, തുളസിയുടെ ഇല, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ മുറിക്കാം. പിന്നെ വേറെ ഒരു സാധനം കൂടി ഇട്ടിട്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഉലുവയും കരിഞ്ചീരകം കൂടി ഞാൻ കുതിർത്തിയിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ചേക്കണം. ഇതെല്ലാവരും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു, ചൂടായി. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നതാണ് KPL-ൻ്റെ വെളിച്ചെണ്ണ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായി. നമ്മളിതേ മിക്സിയിൽ ഇട്ട സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ അതേ നമ്മളെല്ലാ ഐറ്റംസും മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത എല്ലാ ഐറ്റംസും നമ്മളിതേ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതേ അത് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്തു. ഇനി ദേ അതിവിടെ കിടന്ന് തിളച്ച് നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുത്ത് അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിച്ചൊരു കുപ്പിയിൽ ഒഴിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തലയിൽ ഭയങ്കര താരൻ വന്നു. താരൻ വന്നെന്ന് വെച്ചാൽ അതൊരു കരപ്പൻ പോലത്തെ താരനാണ് എനിക്ക് വന്നിരുന്നത്. അത് പൊറ്റ പോലെ ഇരുന്നത് പൊളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം ഒലിക്കുമായിരുന്നു. അപ്പോൾ ചാലക്കുടിയിലെ ശ്രീധരൻ വൈദ്യൻ്റെ അടുത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എനിക്കിങ്ങനെ വെളിച്ചെണ്ണ മുക്കി ഇങ്ങനെ തരുമായിരുന്നു, വൈദ്യർ പറഞ്ഞിട്ടേ. അപ്പോൾ അന്നൊക്കെ അമ്മയാണ് വെളിച്ചെണ്ണ മുറുക്കി തരാറ്. പിന്നെ ഈ കടുക്കയും പുളിയുടെ ഇലയൊക്കെ വെള്ളം തിളപ്പിച്ച് തലേ ദിവസം വെള്ളം തിളപ്പിച്ച് അതിലാണ് തലയൊക്കെ കഴുകാറ്. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ മുറുക്കി കൊടുക്കാൻ വൈദ്യർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് എന്ത് സുഖമല്ലേ. നമ്മൾ കുട്ടികളാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കും. ഇതുപോലെ വെളിച്ചെണ്ണ മുറുക്കി നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കയ്യിൽ തന്ന് വിടും. അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ അവരില്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ അവരുടെ വിലകളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇത് വെളിച്ചെണ്ണ മുറുക്കി ഞാൻ അവസാനത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ റെഡിയായി. നമ്മളിതേ കുറച്ച് ചൂടാറിയിട്ട് അത്. അപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് ഒരു പാത്രത്തിലേക്ക് അരിക്ക് ഒഴിക്കണം. അപ്പോൾ നോക്കിയേ, നമ്മൾ വെളിച്ചെണ്ണ കാച്ചിതേ ഞാൻ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചു. അത്രയ്ക്കും വെളിച്ചെണ്ണ കാച്ചിട്ട് ഇതേ ഇത്രയ്ക്കും വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ കാച്ചി തേച്ചോളൂ. ഞാൻ അലോവേര ഇടാറുണ്ട്, അത് ഇടാൻ ഈ പ്രാവശ്യം മറന്നുപോയി. ഇനി മുറുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.